ഹലോ ഫ്രണ്ട്സ്, ഹ്യൂബ കത്മീരെ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്ര കാലമായിട്ട് ഒരു 12 കൊല്ലമായിട്ട് മാർക്കറ്റിൽ വാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ 7-8 കൊല്ലം എന്ന് പറയുന്നത് 7-8 എന്നുള്ളതിൻ്റെ ഒരു മിഡിലായ കാരണം കൊണ്ടാണ് 7-8 കൊല്ലം എന്ന് പറയുന്നത് കേട്ടോ. ചില വീഡിയോയിൽ 7, ചിലത് 8 എന്നുള്ളത്. അപ്പോൾ അത്ര കൊല്ലത്തെ ഫുൾ ടൈമറാണ് മാർക്കറ്റിൽ. അതിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി ഇൻഡെക്സിലാണ്. അപ്പോൾ ഇതൊക്കെ പറയണത് എന്താ വെച്ചാൽ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിങ്ങിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 റൂൾസിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ സീരീസ് ചെയ്യണത്. അപ്പൊ അത് കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ തോന്നും, പക്ഷെ നിങ്ങളത് ഡീപ്പായിട്ട് ചിന്തിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാവുക. അപ്പൊ ഇതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ സീരീസിൽ നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. അപ്പോൾ അതിൽ മേജറായി വരുന്ന 5 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ വഴി ഡിസ്കഷൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യണത്. അതിൽ നമ്മുടെ എക്സ്പീരിയൻസ്, ഇൻഡെക്സിൽ ഉണ്ടാവണ മൊമെന്റം കാര്യങ്ങൾ, സ്റ്റോക്ക് എന്നുള്ളത് നമുക്ക് എന്താ കഴിഞ്ഞാൽ അത്രയധികം മൊമെന്റം കാര്യങ്ങളൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. അത് വേറൊരു സിസ്റ്റമാണ്. അങ്ങനെയായാലും നമ്മൾ സ്റ്റോക്കിലായാലും ഇൻഡെക്സിലായാലും എങ്ങനെ നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാൻ ഈ സീരീസിലൂടെ തരാനായിട്ട് പ്ലാൻ ചെയ്യണത്. അപ്പൊ നിങ്ങളെ കമന്റും കാര്യങ്ങളും ഒക്കെ ഇതിൽ അറിയിക്കണം. എന്നിട്ട് അതിന് നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് കൊണ്ടുപോയാലാണ് നമ്മുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിക്ക് എന്തെല്ലാം ഫോൾട്ടുകൾ ഉണ്ട്, അതിനെ എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ കാണുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആ 5 റൂൾസിലേക്ക് കടക്കാം. നമ്മൾ ട്രേഡിങ്ങിൽ പാലിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 റൂളുകളെ കുറിച്ചാണ് നമ്മളിന്ന് ഈ സീരീസിൽ വിശദീകരിക്കുന്നത് കേട്ടോ. അതിൽ എന്തുകൊണ്ടാണ് നമ്മൾ ട്രേഡേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ പരാജയം ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു റിസർച്ച്. ആ റിസർച്ചിൽ ഇപ്പൊ നിങ്ങൾ കേട്ടുള്ള കാര്യങ്ങളും എല്ലാതും ഉണ്ടായിരിക്കും. ഇപ്പോൾ ശരിക്കും പഠിക്കാത്ത കാരണമാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഗാംബിളിങ് പോലെ ഇരിക്കണ കാരണം കൊണ്ടാണ്, അങ്ങനെ പല കാര്യങ്ങളും ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാരണമാണ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ നോർമലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ഒരു സ്ട്രക്ചറായിട്ട് നോക്കുമ്പോൾ ഒരു സ്ട്രക്ചറിൽ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങൾ എന്നുള്ള നോർമൽ കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം ഇന്ത്യതായ രീതിയിലുള്ള ഒരു അവതരണമാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ റൂളിലേക്ക് കിടക്കാം നമുക്ക്. ഒന്നാമത്തെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ വരുമ്പോൾ ഷെയർ മാർക്കറ്റ് എന്താന്ന് പഠിച്ചിട്ടുണ്ടാവണം. ഷെയർ മാർക്കറ്റിന് ഒരു മെക്കാനിസം ഉണ്ട്. അത് ആ സിസ്റ്റം അനുസരിച്ചാണ് വർക്ക് ചെയ്യണത്. ഷെയർ വർക്ക് ചെയ്യുന്ന സിസ്റ്റം വേറെയാണ്, ഇക്വിറ്റി വർക്ക് ചെയ്യുന്ന സിസ്റ്റം വേറെയാണ്, ഇൻട്രാഡേ വേറെയാണ്, ഇൻഡെക്സിന്റെ സിസ്റ്റം വേറെയാണ്. ബേസിക് നോക്കി കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റിനും ഒരേ സിസ്റ്റം വെച്ചെങ്കിലും അതിന്റെയൊക്കെ മൊമെന്റും കാര്യങ്ങളും അതിന്റെ വോളിയം, അതുപോലെ തന്നെ ഷെയർ വരുമ്പോഴുള്ള വോളിയം അല്ല ഇൻഡെക്സ് വരുമ്പോൾ ഉണ്ടാവുക. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ളത് ആദ്യം തന്നെ നമ്മുടെ മനസ്സിന് മനസ്സിലാക്കി നമ്മുടെ ബ്രെയിൻ അതിനൊരു സമയം നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ഓടി വന്ന് എല്ലാതും പഠിച്ച് 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ടൊക്കെ മാർക്കറ്റിൽ രാജാക്കന്മാരായിട്ട് മാറാന്ന് ആരും ശ്രമിക്കരുത്. എല്ലാ എല്ലാ ജോബുകൾ പോലെയും അതുപോലെ തന്നെ എല്ലാ ഫീൽഡ് പോലെയും ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പഠിക്കണം. പഠിച്ചിട്ട് അതിനെ ഫോളോ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതൊരു സിസ്റ്റമാണ്. എൻ്റെ ഒരു വ്യൂ വെച്ച് കഴിഞ്ഞാൽ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് ആരെ അക്കാദമിയിൽ നിന്ന് എവിടുന്ന് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പഠിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രേഡിങ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആണ്. ആ ബേസിക് മിനിമം പഠിച്ചിട്ടുണ്ടാവണം. ഇതൊന്നും പഠിക്കാതെ ആരും ട്രേഡിംഗ് വരരുത്. അപ്പൊ ബേസിക് മിനിമം പഠിച്ചിട്ടുണ്ടാവണം. ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യും, അതിൽ പറയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ട്രേഡിംഗിൽ പഠിച്ചതിന് ശേഷം മാത്രമേ ട്രേഡിംഗിൽ ഇറങ്ങാൻ പാടുള്ളൂ. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരുവിധം ബിഗിനേഴ്സ് ആയാലും കുറച്ചുള്ളവരായാലും അതെ ഒക്കെ ഫേസ് ചെയ്യണം. അല്ലെങ്കിൽ ചെയ്യണ ഒരു വലിയ അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് സെഗ്മെന്റിൽ നിങ്ങൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യും. അപ്പൊ ഈ ഒരുപാട് സെഗ്മെന്റിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ സക്സസിനുള്ള റേഷ്യോ ഇല്ല. നമ്മുടെ ബ്രെയിൻ മൾട്ടി ടാസ്ക് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ 1-2 കാര്യങ്ങൾ എന്നൊക്കെ ഉപരി അതിനേറ്റ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒരു ചിന്ത ആലോചിക്ക്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോൺ നോക്കിയിരുന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? പാട്ട് കേൾക്കാം, അതാകുമ്പോൾ ചെവിട് മാത്രമല്ല യൂസ് ചെയ്യണല്ലോ. കാഴ്ച രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താവും? അപ്പൊ സ്ക്രീനിൽ നമ്മുടെ കാഴ്ച എത്ര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം, നമ്മൾ എന്തൊക്കെ ഗ്രാസ്പ് ചെയ്യണം, അതിനെ കുറിച്ച് ഒന്ന് അവയർനെസ് ഉണ്ടാവണം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വരുന്ന ന്യൂ ആയിട്ടുള്ളവരും മീഡിയം ലെവലിലുള്ളവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് എ ടൈം ഒരുപാട് സെഗ്മെന്റിൽ പോയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം തന്നെ 2 രച്ച് ചെയ്താലടക്കം ബ്രെയിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. രണ്ടും കൂടി കാൽക്കുലേറ്റ് തീർക്കാനൊക്കെ നമ്മുടെ ബ്രെയിന് ഭയങ്കര റിസ്ക് ആയിരിക്കും. നമ്മൾ ഫോറക്സ് ചെയ്യണമെങ്കിൽ ഫോറക്സ് ചെയ്യുക, ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യുക.
ഈ ഫോറക്സ് ചെയ്തു, അതുപോലെ തന്നെ ഇന്ത്യ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഏതാ ചെയ്യുന്നത് അതിൽ തന്നെ ഒരു സെഗ്മെന്റിനെ തിരഞ്ഞെടുത്ത് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഒരു കറൻസി ചെയ്യണമെന്ന് വെച്ചാൽ ആ കറൻസിനെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിച്ചിട്ട് ചെയ്യുക. അല്ല വെച്ചെങ്കിൽ നമ്മുടെ ഇൻഡെക്സ് ചെയ്യണമെന്ന് വെച്ചാൽ നിഫ്റ്റി, ഞാനെങ്കിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആണ് സെൻസെക്സ് നോക്കുക. അല്ലെങ്കിൽ ഇനി സ്റ്റോക്കാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റോക്കിൽ ചെയ്യുമ്പോൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ അതിന് മാത്രം ആ സെക്ഷൻ മാത്രം നിങ്ങൾ കൈകാര്യം ചെയ്യുക. ഒരു സ്റ്റോക്ക് വേണമെന്ന് ഞാൻ പറയില്ല, കാരണം ഒരു സ്റ്റോക്ക് വെച്ച് ഒന്നും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പിക്ക് ചെയ്തിട്ട് 4-5 സ്റ്റോക്കുള്ളത് സ്റ്റോക്കിന്റെ ബിഹേവിയർ ഇതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു സെഗ്മെന്റിൽ മാത്രം നിങ്ങൾ എന്ന് ഒതുങ്ങി നിൽക്കാൻ പറ്റുന്നോ അന്ന് മാത്രമേ നിങ്ങളുടെ ബ്രെയിനിന് അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ബ്രെയിൻ നിങ്ങൾക്ക് റിസൾട്ട് തരുള്ളൂ. അപ്പോൾ 1000 അടവ് പഠിച്ച ആൾക്കാരനെ പേടിയില്ല, പക്ഷെ ഒരു അടവ് 1000 തവണ പഠിച്ച ആളിനെ പേടിയെന്ന് നമ്മുടെ ബ്രൂസ്ലി പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് ഞാൻ കടമെടുത്തിട്ട് പറയണത്. നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു കാര്യം 1000 തവണ പഠിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള ചാൻസ് കൂടും. അപ്പൊ മാർക്കറ്റില് ബേസിക് പഠിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണോ സെഗ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ സെഗ്മെന്റിൽ നിങ്ങൾ നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള പെർസെൻറ്റേജ് സാധ്യത കൂടും. അപ്പൊ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണ് നിങ്ങൾ എന്തിനാണോ പഠിക്കുന്നത് അതിൽ ഒതുങ്ങി നിൽക്കുക. അതുപോലെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് റിവാർഡ് റേഷ്യോ. ആ റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മാത്രമല്ല, ഓരോ ട്രേഡ് എടുക്കുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം. ഇന്നത്തെ കാലത്ത് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവുമോ? ഇന്നത്തെ ആൾഗോ ട്രേഡിങ്ങിന്റെ യുഗത്തിൽ ഒരു സ്റ്റോപ്പ് ലോസ്, 2 സ്റ്റോപ്പ് ലോസ്, 3 സ്റ്റോപ്പ് ലോസ് അടിക്കാതെ ഇന്നത്തെ ട്രേഡ് മൂവ് ചെയ്യണില്ല. ഇപ്പൊ 2 കൊല്ലമായിട്ട് യുഗം വന്നുകൊണ്ട് അഡ്വാൻറ്റേജ് ആയി മാർക്കറ്റ്. അപ്പൊ ആ മാർക്കറ്റിൽ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണ വെച്ചാൽ ഈ സ്റ്റോപ്പ് ലോസ് എന്നുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഹൈ റിസ്ക് ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് റിട്ടേണും കാര്യങ്ങളൊക്കെ ഇൻഡെക്സിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പൊ പൊസിഷൻ സൈസിങ് കാര്യങ്ങളും ചെയ്തിട്ടും സ്വിംഗ് ട്രേഡിലാണെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്തിട്ടും മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ട്രേഡിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതിനുള്ള പകരമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻഡെക്സിൽ സ്കാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്കാപ്പിംഗ് ചെയ്യാം. ഈ പൊസിഷൻ സൈസിങ് ചെയ്യാന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ? സ്കാപ്പിംഗ് ചെയ്തിട്ടാണ് ഈ പൊസിഷൻ സൈസിങ് ചെയ്യണത്. അതാണ് ഇതിന്റെ സിസ്റ്റം. അതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മാർക്കറ്റിന്റെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഈ കാര്യങ്ങളൊക്കെ നോക്കണം. മാർക്കറ്റ് ബിഹേവിംഗ് ഒക്കെ നോക്കണം. അപ്പൊ പഠിച്ച് അതിനുശേഷം നിങ്ങൾ ഒരു സെഗ്മെന്റിൽ ഒതുങ്ങി നിന്ന് അതിനുശേഷം റിസ്ക് റിവാർഡിനെ നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ സക്സസ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ കാര്യമാണ് റിസ്ക് റിവാർഡ്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാപിറ്റൽ മാനേജ്മെന്റ് കേട്ടോ. ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് വലിയ തലങ്ങളായിട്ട് പഠിക്കാണ്ട് കേട്ടോ. ഈ ഓരോ പറഞ്ഞ കാര്യങ്ങളും വലിയ തലങ്ങളായിട്ട് പഠിക്കാണ്ട് നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയണം. കാരണം പലതരത്തിലുള്ള ക്യാപിറ്റലായിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്നവരാണ് നമ്മുടെ ട്രേഡേഴ്സ് കമ്മിറ്റി. അതായത് ചെറുത് 10,000, 20,000, 50,000, 1 lakh, 5 lakh, 10 lakh എല്ലാ തരത്തിലുള്ള അപ്രോച്ച് ആയിട്ട് വരും. ചിലപ്പോൾ ചിലർ 10,000, 20,000 ഒക്കെ ഇട്ട് ട്രയൽ ചെയ്ത് നോക്കാൻ ചോദിച്ചു വരും. അപ്പൊ അത് സക്സസ് ആയിരിക്കും. ചിലപ്പോൾ കുറച്ച് എൻട്രി കാര്യങ്ങളൊക്കെ ഇട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ അത് കണ്ടിട്ട് 1 lakh, 2 lakh കിട്ടുക കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ആവേശം കൂടുതലായിരിക്കും. ആ സമയങ്ങളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് എൻട്രി കിട്ടിയാൽ നമ്മൾ എല്ലാം കിട്ടിയിരിക്കും. അപ്പൊ അങ്ങനെ ക്യാപിറ്റൽ നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാണ്ട് ക്യാപിറ്റൽ സ്റ്റോപ്പ് ലോസ് ആയാലും അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി ആയാലും കറക്റ്റ് അല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഐഡിയ ഒക്കെ അറിയണമെങ്കിലേ നമ്മുടെ ലൈവ് നമ്മുടെ ഇതും ഫോളോ ചെയ്ത് നമുക്ക് ഐഡിയ കിട്ടും. കാരണം എന്താ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 1 lakh ക്യാപിറ്റലിനെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് ഒരു 1 month ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഒക്കെ കൈകാര്യം ചെയ്യണതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് തരും. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിച്ചാൽ നമുക്ക് ഇതിന്റെ ഡീപ്പ് വശങ്ങളിലേക്ക് നമുക്ക് കടക്കാട്ടാ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ബേസിക് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു ലെസൺ തന്നെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. പിന്നെ 5ാമതായി വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് ഇത് ഇൻഡെക്സ് ഇൻട്രാഡേ ചെയ്യുന്നവർക്കുള്ളതാണ് കേട്ടോ. ഇൻട്രാഡേ ചെയ്തിട്ട് ഇൻട്രാഡേന്ന് മാറിയിട്ട് അത് ഡെലിവറിയിലേക്ക് മാറും, പൊസിഷനിലേക്ക് മാറും. അങ്ങനെ വരുമ്പോൾ അങ്ങനെ അറിയാതെ പെട്ടുപോകുന്നവർക്കും അതുപോലെ തന്നെ ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ട് ഈ ഹോൾഡിംഗ് സ്ട്രാറ്റജി കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഒരു ദിവസം ലോട്ടറി അടിച്ചു ചോദിച്ചിട്ട് ഒരു പ്രാവശ്യം ലോട്ടറി അടിച്ചാൽ 10 പ്രാവശ്യം എടുത്തിട്ട് ലോട്ടറി കാശ് കളയണ നമ്മുടെ സാധാരണക്കാരുടെ ഒരു മെന്റാലിറ്റിക്ക് പുതിയ എല്ലാ ട്രേഡേഴ്സും പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു സിസ്റ്റം മാക്സിമം അവോയ്ഡ് ചെയ്തോളൂ. നിങ്ങൾ അങ്ങനെ ചെയ്യണം വെച്ചെങ്കിൽ തന്നെ അതിന് ഹെഡ്ജിങ് വേണം. അതുപോലെ തന്നെ മാർക്കറ്റിനെ കുറിച്ച് നല്ല ഐഡിയ വേണം. മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു സിനാരിയോ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവൊക്കെ ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴും നമുക്ക് ഒരു റിസ്ക് എടുക്കാവുന്ന ഒരു ക്യാപിറ്റൽ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അല്ല വെച്ചെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങളുടെ പിറ്റേ ദിവസം ട്രേഡിങ്ങിനെ വരെ ബാധിക്കും, നിങ്ങളുടെ ട്രേഡിംഗ് ജേണിനെ വരെ ബാധിക്കും. ഒരു ദിവസം കിട്ടുന്ന സക്സസിനെക്കാളുപരി നിങ്ങൾക്ക് ലോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫാമിലിയിലായാലും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് കാരണം പുതിയതായി വരുന്നവരും നന്നായി പഠിക്കാത്തവരും എക്സ്പീരിയൻസ് ഇല്ലാത്തവരും ഹോൾഡിങ് ഒഴിവാക്കണം.
അതാണ് അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പൊ ഈ 5 കാര്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല 5 റൂൾസ് എന്താ വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാര്യം എന്നല്ലാന്ന് എനിക്കറിയാം. എന്നാലും അതെ, നിങ്ങൾ ഇതിനെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ രീതിയിൽ മാർക്കറ്റിനെ സിസ്റ്റമാറ്റിക്കായി പഠിച്ച് അതിനുശേഷം ഒരു സെഗ്മെന്റിൽ നിങ്ങൾ എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിനെ മാത്രം ശ്രദ്ധിച്ച് അതിൽ പഠിച്ച് അതിനുശേഷം റിസ്ക് റിവാർഡ് നോക്കി അതിനുശേഷം ക്യാപിറ്റലിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് പഠിച്ച് ഹോൾഡിംഗ് ഇതൊക്കെ ഒഴിവാക്കി ഡിസിപ്ലിനോട് കൂടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡർ ആയിട്ട് മാറുള്ളൂ. നമ്മുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി അത് മിനിമം മനസ്സിലാക്കണം കേട്ടോ. അതായത് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും എന്നുള്ള പ്രതീക്ഷയിലാവും എല്ലാവരും പോയിക്കൊണ്ടിരിക്കേണ്ടതെന്ന് എനിക്കറിയാം. ചിലർ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുമ്പോൾ വീണ്ടും വന്നിട്ട് അടുത്ത ക്യാപിറ്റൽ കുറച്ച് ഗ്യാപ്പ് എടുത്ത് വന്ന് ഞാൻ എല്ലാം പഠിച്ചു വീണ്ടും ചെയ്യാൻ വിചാരിക്കും. കുറച്ച് ദിവസം പ്രോഫിറ്റ് കിട്ടും, ലോസ് ആവും. അപ്പൊ ഇതിന്റെ ഒരു സിസ്റ്റം ശരിയാക്കി എടുക്കണ വരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ 6 മാസം കൊണ്ടൊന്നും ആർക്കും പഠിക്കാൻ പറ്റുന്നതല്ല. എന്റെ ഒരു ഇതിൽ നല്ലൊരു ട്രേഡറായി മാറണം വെച്ചെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3 കൊല്ലം വേണം. ആ 3 കൊല്ലം വേണമെങ്കിലും അതിന് നല്ലൊരു മെന്റർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആയിട്ട് മാറാൻ പറ്റുള്ളൂ. മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണോ സെഗ്മെന്റ് കൈകാര്യം ചെയ്യുന്നത് ആ സെഗ്മെന്റ് ചെയ്ത് പരിചയമുള്ള ആളായിരിക്കണം. അല്ലാതെ ആള് വെറുതെ പഠിച്ചിട്ട് വന്നുള്ള ആളായിരിക്കരുത്. മാർക്കറ്റ് അല്ല NISM സർട്ടിഫിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് എടുത്തവർക്ക് ഒരിക്കലും പ്രാക്ടിക്കലി എക്സാം അല്ലെങ്കിൽ പ്രാക്ടിക്കലി മാർക്കറ്റ് അറിയില്ല. പ്രാക്ടിക്കലായിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് അത് ബ്രെയിനിൽ കയറി അത് വെച്ചിട്ട് ചാർട്ട് മൂവ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെന്റർ ആയിരിക്കണം നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ക്യാപിറ്റൽ കൈകാര്യം ചെയ്യണം അതുപോലത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മെന്റർ അങ്ങനെയുള്ളവരായിരിക്കും നിങ്ങൾ മെന്റർ. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ സക്സസ് ആവുള്ളൂ. അപ്പോൾ അതും കൂടി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിംഗിൽ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത്ര കൊല്ലം കൂടി എടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുള്ളൂ. അല്ലാതെ നിങ്ങൾ സക്സസ്ഫുൾ ആവാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. പിന്നെ അത്രയും കഴിവുള്ളവരൊക്കെ മാർക്കറ്റിൽ ഉണ്ടാവാതിരിക്കട്ടെ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നോർമലി മനുഷ്യന്റെ ഒരു ബ്രെയിൻ വെച്ചിട്ട് ഇങ്ങനെ ഈ സിസ്റ്റം ഫോളോ ചെയ്ത് പോയാലാണ് ട്രേഡിംഗിൽ സക്സസ് ആവുള്ളൂ. അപ്പോൾ 50% ഈ 5 റൂള് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 20% നമ്മളൊരു നല്ല മെന്ററിന്റെ കൂടെ ചെയ്യണം വെച്ചെങ്കിൽ ചാൻസ് ആയി. ഒരു 70% ചാൻസ് പ്ലസ് എക്സ്പീരിയൻസ് കൂടി വരും തോറും നമ്മൾ മാർക്കറ്റിലെ സെബിയുടെ അണ്ടറിൽ വരുന്ന 7% കഴിഞ്ഞ് അല്ലെങ്കിൽ 10% ഒക്കെ ആക്കണം വെച്ചെങ്കിൽ ഈ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ റിവാർഡ് ഉണ്ടാവും. റിവാർഡ് കിട്ടണമെങ്കിൽ എന്ത് വേണ്ട? പേഷ്യൻസ് വേണം, ഡിസിപ്ലിൻ വേണം, അറിവ് വേണം. അറിവ് കിട്ടി ഇമോഷനെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ കമന്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ലൈക്ക് കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളുടെ ചാനലിനെ ഫോളോ ചെയ്യണം. നമ്മൾ ലൈവ് മാർക്കറ്റിംഗ് തിങ്കൾ ചൊവ്വ നിഫ്റ്റി ബുധൻ വ്യാഴം സെൻസസ് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്പയറിനെ നോക്കിയിട്ടുള്ള ടാർഗറ്റിംഗ് മാത്രം. അതായത് ഏറ്റവും ചുരുങ്ങിയത് മാത്രം ബ്രെയിനെ കൊണ്ട് ടാസ്ക് ബ്രെയിൻ കൊടുത്തിട്ട് നമ്മുടെ ബ്രെയിനിന് റിസ്ക് എടുക്കാണ്ട് എങ്ങനെ മാർക്കറ്റിനെ പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കണത്. ആ രീതിയിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് സക്സസിനുള്ള ചാൻസ് ഉണ്ട്. ഫോളോ ചെയ്ത് നിങ്ങളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്ട്രാറ്റജികളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ എല്ലാവരും അതിനെ ഫോളോ ചെയ്യുക. പിന്നെ ഇതില് കമന്റ് ചെയ്തിട്ട് വരുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള സ്ട്രാറ്റജിയും ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വക ഉണ്ടാവും. ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈൻ ആയിട്ടുണ്ടാവും. തൃശ്ശൂരാണ് നിങ്ങളുള്ളത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങളെ സമീപിക്കാം. ജെന്യൂൻ ആയിട്ട് കാണാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ റിവീൽ ചെയ്യാനുള്ള സെറ്റപ്പുകൾ ചെയ്യാം. നമ്മുടെ സ്റ്റുഡൻസ് ഞാൻ ഒരു വാഗ്ദാനം പറയാം, 100 ആൾ വന്ന 10 ആളിനെങ്കിലും നമ്മൾ സക്സസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ അതിന് തയ്യാറായിട്ട് വരുന്നവർക്കൊക്കെ നമ്മുടെ ഹ്യൂബ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക്സ്.